നമസ്തേ. എസ്റ്റാർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന 3 ഓഫ് കപ്സ് ആണ് കേട്ടോ. കാരണം ഇമോഷണലി വളരെയധികം ഒരു ഹാപ്പിനെസ് അനുഭവിച്ച, അല്ലെങ്കിൽ പാസ്റ്റിൽ ഇവർ ഇമോഷണലി വളരെയധികം എനർജറ്റിക്കായി കടന്നു പോയ നിമിഷങ്ങളാണ് കാണാൻ പറ്റുന്നത്. മാത്രവുമല്ല, ഇവർ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നു, അതിനെ അവർ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത്. അവർ ഏതോ ഒരു സ്റ്റക്ക് എനർജിയിൽ പെട്ടുപോയെന്നും പറയാം. അതല്ലെങ്കിൽ അവർ അറിഞ്ഞ് തന്നെ അവർ മറ്റൊരു സിറ്റുവേഷൻസ് നേടിയെടുത്തു. ഒന്നെങ്കിൽ ഫ്രണ്ട്ഷിപ്പുമായിട്ടാവാം പ്രാധാന്യം കൊടുത്തുപോയ ഒരു പേഴ്സൺ ആവാം, അതല്ലെങ്കിൽ ഒരു തേർഡ് സിറ്റുവേഷൻസിനോട് വളരെയധികം പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരൊരു റിയൂണിയൻ സംഭവിച്ചതുമാകാം. ആ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് അവരിപ്പം വളരെയധികം നിരാശയോടുകൂടി ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. അവർക്ക് പറ്റിപ്പോയ ഒരു അബദ്ധം, അല്ലെങ്കിൽ അവരുടെ ഒരു ടൈം, അവരുടെ ഒരു ജീവിതത്തിൻ്റെ സമയം അവർ വേസ്റ്റാക്കി കളഞ്ഞു ഇമോഷണൽ പരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ന് ചിന്തിച്ച് അവർ വളരെയധികം നിരാശപ്പെടുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. നിരാശ മാത്രവുമല്ല, അവർക്കടെ ആ ഒരു കാലം, എത്രയോ നല്ല ടൈം, അവരുടെ ലൈഫിൽ എന്തൊക്കെ നേടാമായിരുന്നോ ആ ഒരു സമയങ്ങളെല്ലാം അവർ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് തോന്നിയ അട്രാക്ഷൻ്റെ പുറത്ത് മറ്റൊരു അടിച്ചുപൊളി എന്നൊരു എനർജിയിൽ പെട്ടൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ള ഒരു നിരാശ, കുറ്റബോധം അവരെ വളരെയധികം ആഴത്തിൽ ഇപ്പോൾ ഞാൻ കണക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലോസ് എനർജിയാണ് അവർക്ക്, കൺഫ്യൂസ്ഡ് എനർജിയാണ്. ഒരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല. ഇനി എങ്ങനെ മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യണം, എങ്ങനെ മുന്നോട്ടേക്ക് സഞ്ചരിക്കണം എന്നുള്ള ഒരു ചിന്ത അവരെ വളരെയധികം കൺഫ്യൂസ്ഡ് ആക്കുന്നു എന്നാണ് കാണുന്നത്. മാത്രവുമല്ല, അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, വളരെ ശക്തമായിട്ട് നിങ്ങളാകുന്ന എനർജിയെ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്കൊരു എയർ ട്രാവലിംഗ് എനർജി, അതായത് ഒരു യാത്രയെയൊക്കെ വളരെ ശക്തമായിട്ട് കാണിക്കുന്ന പേഴ്സൻ്റെ എനർജികൾ കടന്നു വരുന്നുണ്ട്. അതുപോലെ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, എത്രയും പെട്ടെന്ന് ലൈഫിലൊരു സ്റ്റെബിലിറ്റി വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി കൂടി ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്, ശക്തമായിട്ട് തന്നെ കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് വളരെയധികം നിരാശപ്പെടുകയും ആ ഒരു വ്യക്തി നഷ്ടപ്പെട്ടുപോയ ടൈമിനെ ഓർത്ത് വേദനിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കാരണം അവർക്ക് നല്ല ലോസാണ് സംഭവിച്ചത്. അവരുടെ ലൈഫിൽ അവർക്ക് ഒന്നുമില്ല, ശരിക്കും പൂർണ്ണമായും ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നുമില്ല, ലോസ് മാത്രം അനുഭവിക്കേണ്ടി വന്നു എന്നതും അവർക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അത് ഫിനാൻഷ്യലി ആണെങ്കിലും ലോസ് വന്നിട്ടുണ്ട്, ഇമോഷണലി ആണെങ്കിലും സക്സസ് പരമായിട്ടാണെങ്കിലും എല്ലാ മേഖലയും അവർക്ക് ലോസ് മാത്രമാണ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ് എന്നുള്ളത് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നു. തീർച്ചയായിട്ടും അവർ ഹോൾഡിങ് ചെയ്യുന്ന ആൻഡ് ഫോക്കസിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആവുക എന്നതാണ് അവരിപ്പം അവസാനം തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജി എന്നാണ്